ഹലോ, അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്ക്. ആ വലൈക്കും സലാം. ഹൈർ മുബാറക് ഇക്ക. എന്തൊക്കെയാ വിശേഷം? ഇന്നലെ പോയാൽ ഇതിപ്പോ 5ാമത്തെ പെരുന്നാളല്ലേ? അവിടെ എന്തൊക്കെയാ വിശേഷം? പെരുന്നാളൊക്കെ എങ്ങനെ? ഓ, അടിച്ചു പൊളിയാണിക്ക. ബിരിയാണിയാണോ? ചിക്കൻ ബിരിയാണി വെച്ചപ്പോ നമ്മളെ മോനൊരേ വാശി, മട്ടൻ ബിരിയാണി തന്നെ വേണമെന്ന്. അങ്ങനെ അതും വെച്ച് മക്കള് വിഷമിക്കരുതല്ലോ. ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടോ? പിന്നെ രണ്ടുപേർക്കും കൂടെ ഒരു 5000 റുപ്യയായി. പിന്നെ എന്റെ ചുരിദാറിനൊരു 3500 ആയി. പിന്നെ ഷോപ്പിങ്ങിന് പോയപ്പോഴുള്ള ഫുഡൊക്കെ കൂടി ഒരു 1500 വേറെയും. അങ്ങനെ എല്ലാം കൂടി ഒരു 10 അങ്ങോട്ട് കലങ്ങി. പിന്നെന്തൊക്കെ വിശേഷങ്ങള്? വേറെ ഇപ്പൊ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ ഫോണിൽ തത്താൻ കൊടുക്കാണേ. ആ മുനീറേ, ഞങ്ങളൊക്കെ അവിടെ തിരക്കിലാമനെ. ഷബിനാന്റെ പുയ്യാപ്പിളേന്റെ പഴയനെ വിരുന്ന് വരുമെന്ന് അറിയിച്ചിക്കണേ. 2 തരങ്കിലും ബിരിയാണി ഉണ്ടേ. പിന്നെ മുട്ടമാല, മുട്ട സർക്ക, പാലട, പിന്നെ പിരിയട, നൂൽപ്പെട്ട്, പൊറോട്ട, ബീഫ് കറി, ബീഫ് ഫ്രൈ, മീൻ കറി, വെജിറ്റബിള്, മൊത്തം തിരക്കാ മുനീറേ. ഇത്രക്കൊക്കെ വേണോ ചാ? അല്ല, കുറച്ചിലും വന്ന അലിയനായ ഗൾഫുള്ള മുനീറ, എനിക്കല്ലേ എന്റെ നാടക്കേട് അതിയൊക്കെ. പിന്നെ അപ്പൊ കാര്യമായിട്ടൊന്നുമില്ല മുനീറ. പെരുന്നാൾ അടിച്ചു പോച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു. പിന്നെ മുനീറേ, ഇവിടെ പാൽപ്പൊടി തീർന്നിക്കണ്. ആരെങ്കിലും കയ്യിൽ 2 ടിനി നിടോ കൊടുത്തേക്കണേ, മറന്നുകൊണ്ട്. എന്നാ ശരി മുനീറ, അമ്മച്ചിടേ കൊടുക്കാം. ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്ക്. സുഖാണോ എൻ്റെ ഉമ്മക്ക്? വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മോനെ, ഇന്നലെ എനിക്ക് പെരുന്നാളല്ലായിനോ? ഉമ്മാന്റെ കുട്ടി എന്താ ഉണ്ടാക്കി കഴിച്ചേ? ഉമ്മ, എനിക്കിവിടെ സുഖാണുമ്മ. അവിടെ എല്ലാവർക്കും സന്തോഷല്ലേ? ഈ അല്ലാതെ ഇവിടെ എന്ത് സന്തോഷം മോനെ? അങ്ങനെ പറയത്തമ്മ. ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. ഉപ്പ അവിടെ പോയി? ഉപ്പ ഒതിയത്തിന്റെ ഇറച്ചിന്ന് കിടന്ന് മാറിയ. ഉപ്പനോടിന്റെ സലാം പറയണം. പിന്നെ ഞാൻ വെക്കാം. അസ്സലാമു അലൈക്കും. മുനീറേ, നല്ലൊരു ദിവസമായിട്ട് ഇനി കറിയാ. എന്താ പറ്റിയ എനിക്ക്? എനിക്ക് ഇങ്ങോട്ട് നോക്ക്. എന്താ പറ്റിയ? ഒന്നുമില്ലക്ക, പെരുന്നാളൊക്കെ അല്ലേ, നാട്ടിലേക്ക് വിളിച്ചതാ. എല്ലാരും വിശേഷങ്ങൾ പങ്കുവെച്ചു. വാതുവരാതെ. അവിടെ വളരെ കളർഫുൾ അല്ലേ നാട്ടില്. കൂട്ടത്തിൽ ഒരു ചോദ്യം മാത്രം എന്നോട് ആരും ചോദിച്ചില്ല. നീ വല്ലതും കഴിച്ചോന്ന്. പക്ഷേ എന്റെ ഉമ്മ മാത്രം എന്നോട് ചോദിച്ചു, പൊന്നുപുര നീ വല്ലതും കഴിച്ചോന്ന്. മുനീറ, നമ്മൾ പ്രവാസികൾ ത്യാഗം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാ. സഹനശക്തി, ക്ഷമയും ഒരുപാട് വേണം. ഒരുപാട്. ഉള്ളിൽ കരയാണെങ്കിലും പുറത്ത് ചിരിച്ചു കാണിക്കണം. ഒന്നും ആരെ അറിയിക്കരുത് കേട്ടോ. എണീക്ക്. ഒന്നുമില്ലക്ക, എനിക്കറിയില്ല. എന്റെ ഉമ്മക്ക് പകരം എന്റെ ഉമ്മ മാത്രമേ ഉള്ളൂ ലോകത്ത്.